Welcome to our new video. അപ്പം ചൂയിങ്കത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നിങ്ങൾ എൻ്റെ മുഖം കണ്ട് കുറേ മടുത്താണല്ലോ, അപ്പം ഞാൻ എന്താക്കി 2 പുതിയ ന്യൂ ഫേസസിനെ നമ്മൾ എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ കസിൻസ് ആണ്. അപ്പം ഇനിയുള്ള വീഡിയോസിൽ ഇവരും കൂടെ ഉണ്ടാവും. അപ്പം നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ, നമ്മൾ ആദ്യമായിട്ടാണ് 3 പേരും വെച്ചിട്ടുള്ള ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ആദ്യം ഞാൻ കരുതി ഒരു ചിറ്റാറ്റ് വീഡിയോ എടുത്താലോ, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും സംസാരിച്ച് തുടങ്ങിയാലോ. പിന്നെ അത് വിചാരിച്ചു വേണ്ട, ആദ്യം തന്നെ ഒരു ചലഞ്ച് വീഡിയോ എടുക്കാം. അപ്പം ഞാൻ ദുബായിൽ പോയി 1 ഇയർ ഗ്യാപ്പ് വന്നു. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടയ്ക്ക് മെസ്സേജിലേക്ക് വിളിക്കൽ അങ്ങനത്തെ ഉള്ളൂ. അതുകൊണ്ട് ഭയങ്കര വലിയ കാര്യങ്ങൾ പണ്ടത്തെ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ടൈമും കിട്ടാറില്ല. അവരവരുടേതായ എന്താ പറയുക ബിസി ആയിരിക്കും, പഠിക്കുന്നതുകൊണ്ട് ഞാൻ അതേപോലെ തന്നെ ഓഫീസിലൊക്കെ പോകുന്നതുകൊണ്ട് അങ്ങനെ തിരക്ക് വരും. അങ്ങനെ പോകുന്നു. അപ്പം നമ്മൾ വിചാരിച്ചു ഇത്രയും ഒരു ഗ്യാപ്പ് വന്നാണല്ലോ, അപ്പം എനിക്കാണോ അല്ലെങ്കിൽ ചില്ലുവിൻ്റെ സ്വന്തം സിസ്റ്ററാണോ അവളെപ്പറ്റി കൂടുതൽ അറിയാമെന്ന് അങ്ങനെ ഒന്ന് ചെയ്യണം തോന്നി. അപ്പം എല്ലാവരും ചെയ്ത് പഴകിയ ഒരു ചലഞ്ചും കൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് വരുന്നത്. അപ്പോൾ ഒന്നുമില്ല, ഹൂ നോസ് മീ ബെറ്റർ എന്ന് പറയുന്ന ചലഞ്ചാണ്. ചില ക്വസ്റ്റ്യൻസ് ചോദിക്കും, നമ്മൾ ബുക്കും പേനയൊക്കെ റെഡിയാണ്, നമ്മൾ അതിൽ ആൻസർ എഴുതും, നമ്മൾ പറയും. അത് കഴിഞ്ഞിട്ട് അവൾ എന്താണോ അവരുടെ ശരിക്കും ആൻസർ എന്ന് വെച്ചാൽ അത് പറയും. അത്രയേ ഉള്ളൂ. നമുക്ക് വീഡിയോയിലൊക്കെ പോവാം. എത്ര ക്വസ്റ്റ്യൻസ് ഉണ്ട്? ടോട്ടൽ 20 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ഞാൻ ഏറ്റവും കറക്റ്റ് ആക്കാൻ പോകുന്നില്ല. എനിക്ക് ഒരു കോൺഫിഡൻസും ഇല്ല, കാരണം നമ്മൾ കുറെ ഗ്യാപ്പ് വന്നിട്ടുണ്ട് അല്ലെ. പക്ഷേങ്കിൽ എന്നാലും ബോണ്ട് പിന്നെ 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 ഭയങ്കര ബോണ്ടാ. ഒരു വീട്ടിൽ നിൽക്കുന്ന നിങ്ങളെ ഞാനെങ്ങനെയാ, ഞാൻ 2021 കല്യാണം കഴിഞ്ഞതിന് ശേഷം എപ്പെങ്കിലും വരും പോവും, എപ്പെങ്കിലും വിളിക്കും, അങ്ങനെയേ ഉള്ളൂ. പക്ഷെ നിങ്ങളത് രണ്ടാളതും പിന്നെ പിന്നെ പറഞ്ഞേ. അപ്പം ചില്ലു സ്റ്റാർട്ട് ചെയ്തോ. My favorite job. ആദ്യം അങ്ങനെയാണ്, ഇപ്പൊ മാറിയോന്ന് എനക്കറിയത്തില്ല. എന്റെ അറിയുന്ന രീതിക്ക് നമ്മള് അറിയുന്ന സമയത്ത് ഇവള് പറയുന്ന കാര്യമാണ്. പക്ഷെ ഇപ്പൊ ഇവള് എടുത്ത വെച്ച് നോക്കുമ്പോ ആ പറഞ്ഞായിട്ട് കണക്ട് അല്ല. അതാണ് ഞാൻ. അത് ശരിയാണ്. നീ പണ്ട് പറഞ്ഞ ഒരു ജോബ് ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ പറഞ്ഞ ഒരു ജോബ്. എന്നാ ഇപ്പൊ +2 ലെവല് വെച്ച് നോക്കാം. പറഞ്ഞോ. CA ആണോ? CA? ഞാൻ ഡോക്ടർ എന്ന് എഴുതി. അവിടെ എനിക്ക് പൈസ വാങ്ങാണ്ട് ചികിത്സിക്കണം, 10 രൂപയാറ്റം പേഷ്യൻസിന് വാങ്ങിയിട്ട് പോലെ ചികിത്സിക്കണം. അന്ന് അല്ല, കൊമേഴ്സ് എടുത്തല്ല, മുന്നേ പറഞ്ഞ ഇവള് ആ സമയത്ത് CA അത് ഞാൻ എഴുതി. ബാങ്ക് റിലേറ്റഡ് ജോബ് എന്നുള്ളത് ഞാൻ എഴുതിയിട്ടുണ്ട്. പക്ഷെ അക്കൗണ്ടിങ് റിലേറ്റഡ് CA. അപ്പൊ എനക്ക് മാർക്കില്ല. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫ്രീ ടൈമിൽ എനിക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളത്. എനിക്കറിയില്ല. ഞാനെന്താ എഴുത്? ഞാൻ എഴുതട്ടെ. ഇനി വീഡിയോ എടുക്കുന്നുണ്ടെന്ന് വിചാരിച്ച് അങ്ങ് കുറച്ച് ഡീസന്റ് ആവാൻ നിൽക്കരുത്. അത് പണ്ട് അങ്ങനെയല്ല. ഡോക്ടർ ഞാൻ പറയുന്നത്, പൈസ ഒന്നും വാങ്ങാതെ പാവപ്പെട്ടവരെ ഇതാക്കണം. ഞാൻ എഴുതി. ചക്കര എഴുതി. പറ ആൻസർ തന്നെ. ഫുഡ് കഴിക്കാന്നാ ഞാൻ എഴുതി. ഇവക്കതാണല്ലോ. സിനിമ, ഫിലിം. ഞാൻ ഫോൺ നോക്കുക എന്ന് എഴുതിയ. ഞാൻ ഫുഡ്. ചെറുപ്പത്തിൽ ഇവളെ വെച്ച് അതെനിക്കറിയില്ലല്ലോ. പണ്ട് ഇവക്ക് മിനിറ്റിന് ഫുഡ് ഇപ്പൊ ഇവക്ക് എന്തെങ്കിലും വിഷമമൊക്കെ ഉണ്ടാവും. നമ്മള് അതങ്ങനെയാണ്, ബിരിയാണി കഴിക്കാം, അങ്ങനെ ഒരു എന്താണ് എന്നൊക്കെ പറയാം. എനിക്ക് ആ ഫുഡ് ആ ഒരു ചെലയോല് അങ്ങനെയുണ്ട്. ചെലയോല് സങ്കടം ഉറങ്ങും. എനിക്ക് ഇഷ്ടം ഉറങ്ങാൻ, അന്നേരം ഒന്നും അറിയില്ല. ഇപ്പൊ ഞാൻ സിനിമ പണ്ടൊക്കെ എന്ന് വെച്ചാല് ഇടക്കിടക്ക് ഇവക്ക് ഫുഡ് വേണമായിരുന്നു. ഇങ്ങനെ കുറച്ച് കഴിച്ചു കഴിഞ്ഞാല് പിന്നെ ആ സമയത്ത്. ഇപ്പം മാറി, ഇപ്പം ഡയറ്റാണ്. ഇപ്പം ആ ഒരു ഇതിന്റെ അകത്ത് ഫോളോ ചെയ്യുന്ന പോകുന്ന. അപ്പം എനിക്കൊരു മാർക്ക് കിട്ടല്ലോ അല്ല? എനിക്കൊരു അതെന്ന് ഓക്കെ.
രണ്ടാളും സെയിം ഒരേ മാർക്കിലാണ് ലീഡ് ചെയ്യുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ ടോസ്റ്റ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. 4 അല്ലേ? 3 അല്ല സിയേക്കാൾ കണക്ക് നല്ലോണം. മൈ ഫേവറേറ്റ് ഫുഡ് ഇപ്പത്തെയാണ് എഴുതിയ എഴുതി പക്ഷെ എന്റെ ഒരു ഏകദേശം വെച്ച് ഇവള് മന്തി. മന്തി ഞാനും അതാ എഴുതി. അപ്പൊ രണ്ടാക്കും ലെവലായി. അപ്പം 2-2. ഈക്വൽ ആയിട്ടാ പോകുന്നത്. ഇപ്പത്തെയാണ് എല്ലാം ഇഷ്ടമുള്ള പറയാൻ. ഇപ്പോഴത്താണ് എനിക്ക് പക്ഷെ ഞാനെല്ലാം കിട്ടാൻ സാധ്യത കുറവാ. കാരണം ഞാൻ പറഞ്ഞല്ലോ 1 ഇയർ ഗ്യാപ്പ് വന്നു. നമ്മള് വിളിക്കലും കമ്മ്യൂണിക്കേഷൻ കുറവാണ് ഇപ്പൊ. അതിന്റെ ഇതെനിക്ക് ഉണ്ടാവും. ഇത് രണ്ടാക്കും അറിയാം. മൈ ഡേറ്റ് ഓഫ് ബർത്ത് ഇയർ വേണാ? എല്ലാം വേണം. ഇയർ എനിക്ക് ഓർമ്മയില്ല. പടച്ചവനെ ഞാനാരിത് തെറ്റിച്ചിട്ടുണ്ട്. നല്ല രസമുണ്ടാവല്ലേ? എനിക്കിത് ഡൗട്ടാ. പറയട്ടെ. 26/2/2008. ഫെബ്രുവരി 26, 2008. സെയിം ഞാൻ എഴുതിയത്. ഞാൻ ഇല്ല 2006. 5 വർഷത്തിന്റെ നിങ്ങൾ എത്ര 10? എനിക്ക് 28 വയസ്സായി. കണ്ടാ പറയില്ലെങ്കിൽ ഞാൻ തള്ള വൈവാണ്. കണ്ടാ പറയില്ല. എന്ത് ചെയ്യാനാ? അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. എത്രാമത്തെ? 5-മത്തെ അല്ല? അപ്പൊ ഇപ്പം രണ്ടുപേർക്കും 3 മാർക്ക് വീതായിട്ടുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ. മൈ ഫേവറേറ്റ് ലേസ് ഫ്ലേവർ. കളർ എഴുതട്ടെ ലേസിന്റെ. അതിന്റെ കളർ ഓക്കെ. എനക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് ഞാൻ ഗസ് അടിച്ചതാ. ബ്ലൂവാ? അല്ല. ചുവപ്പാ? അല്ല. ഗ്രീൻ. ഉയ്യോ, ഗ്രീൻ എനക്ക്. പച്ച ഞാൻ എഴുതിട്ട് വെട്ടിയതാ. ഇവിടെ മാറ്റത് ഗ്രീൻ എനക്കേനു. എനിക്കും ഇഷ്ടാ. എനിക്ക് പണ്ടേ അതാ പച്ച ഞാൻ എഴുതിട്ട് വെട്ടിയതാ. അയ്യോ, പച്ച ഞാൻ എഴുതിയതാ. അടുത്ത ഇത് എത്രാമത്തെ? 6-മത്തെ അല്ല? അപ്പൊ ഇപ്പൊ രണ്ടാകും പോയി. 3. സമാധാനം. ഇങ്ങനെ ഈക്വലായി പോകുമ്പോ ഒരു സമാധാനം. അടുത്ത കുറച്ച് ടഫ്. ദ ഡ്രസ് ഐ ലവ് റീസെന്റ് എനിക്ക് ഇഷ്ടമുള്ള ഡ്രസ്. റീസെന്റ് ഇഷ്ടമുള്ള ഡ്രസ് എനിക്ക് തോന്നുന്നത് അങ്ങനെയൊന്നും ചോദിക്കാൻ പാടില്ല. പറയട്ടെ. കുർത്തി അല്ല. പിന്നെ ജാക്കറ്റ്, ടീഷർട്ട്, ബാഗി. ഇതൊന്നും എനക്കറിയില്ല. ഞാൻ എഴുതിയ ക്രോപ്പ് ടോപ്പും പ്ലാസ പാൻസും. അരവേണേ തരാം ശരിക്കും പറഞ്ഞാല് അല്ല. പ്ലാസ പാന്റ്. അപ്പൊ കുർത്തിയോ? കുർത്തി ജാക്കറ്റ്, ടീഷർട്ട്. കുർത്തി ക്രോപ്പ് ടോപ്പും വേറെ അല്ലേ? കുർത്തി എന്ന് പറയുന്ന ലോങ് ആയിട്ടുള്ളത് അല്ല, ഷോർട്ട് കുർത്തി. ഷോർട്ട് കുർത്തി അത് മെൻഷൻ ചെയ്യണം. ഇവളിങ്ങനെ മാറുന്നുണ്ട്. ലേസിന്റെ ഇത് മാറി. പക്ഷെ പച്ച ഞാൻ എഴുതിയത്. മൈ ഫേവറേറ്റ് കളർ. ഇത് അറിയൂല. ഇത് പണ്ടേ പറയണത്. ആ ടിക്ടോക്ക് ഉള്ള സമയത്ത് പറയലുണ്ടേനു. എന്റെ ഗസ്സാണ്. എനിക്ക് ഇതൊന്നും ഓർമ്മയില്ല. എനിക്ക് അൽഷിമേഴ്സ് വന്നു. ഒരു വർഷം കൂടെ എനിക്ക് ഈ വീഡിയോക്ക് ശേഷം ചില്ലും. ഇനി രചിച്ച് തെറ്റില്ലേ? ഏതാ? ബ്ലാക്ക്. ബ്ലാക്ക്. റെഡിയെ. ഇനി ബ്ലാക്ക് എഴുതിയ? ശരി. ഞാൻ വെച്ചിഞ്ഞതല്ലേ. അല്ല, ആദ്യം പറയും. ബ്ലാക്ക്. 4. ഇപ്പം ഈക്വൽ ആയിട്ടാ പോകുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇനി 8-മത്തെ. ടോട്ടൽ 20 അല്ല? ഫേവറേറ്റ് ഐസ്ക്രീം ഫ്ലേവർ. ഇതെനിക്കറിയാം. ഇത് രണ്ടാൾക്കും അറിയാം. എഴുതിയ സ്ട്രോബെറി. ഞാൻ ബട്ടർ സ്കോച്ച് എഴുതി. ഇനി സ്ട്രോബെറി. സ്ട്രോബെറി അല്ലേ? നമ്മള് ഗ്രീൻ വാലി എല്ലാം പോയാലോ? അയ്യോ, സ്ട്രോബെറി അതെനിക്കറിയാം. എനിക്ക് ബട്ടർ സ്കോച്ച് ഇറക്കാം. സരയില്ല. 5-4. അടുത്തേ പിടിക്കാം. ഇപ്പൊ ഇവളാണ് ലീഡ് ചെയ്തിരിക്കുന്നത്. ഒരു മാർക്കിന്. ലീഡ് അല്ല. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. മോർണിംഗ് പേഴ്സൺ ഓർ നൈറ്റ് ഓൾ. എഴുതി. നൈറ്റ്. നൈറ്റ്.
അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണം ഇന്നത്തേതാണ്. ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിട്ട് ഞാൻ രാവിലെ എണീറ്റു. ഇന്ന് ഇവിടെ പണിമുടക്കൊക്കെ വീഡിയോ എടുക്കണ്ടോണ്ട് മാത്രം അപ്പൊ ഞാനൊരു 7 മണിയൊക്കെ ആകുമ്പോ എണീറ്റ് വേറെ വീഡിയോസ് ഒക്കെ ഞാൻ വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് ഇവരെ ഞാൻ വിചാരിച്ചു ലീവല്ലേ ഒരു 8 മണി വരെ ഒക്കെ കിടന്നോട്ടെ എന്ന് കരുതി. ഞാനൊരു 8 മണി കഴിഞ്ഞപ്പോ ഇവരെ തുരുതുരാ വിളിച്ചു. 9 മണിക്ക് വിളിച്ചു. ഞാൻ വെച്ചു 9 മണിക്ക് എണീറ്റാ 10 മണിക്ക് ഇവർ ഇവിടെ എത്തുമല്ലോ. ഇവരെപ്പോഴാ എണീറ്റത്? ഞാൻ വിളിച്ചപ്പോഴാ എന്നിട്ട് ഇവിടെ എത്തിയതപ്പ 11:30. നല്ല ഉറക്കം. പിന്നെ ആര്യൻ ഒരു ചെറിയ ഡിഫറൻസ്, ഒരു മാർക്കിന്റെ ചെറിയതല്ല വലുതന്നെ. അടുത്ത മൈ ഫേവറേറ്റ് സീസൺ എന്റെ എല്ലാം ഗസാട്ടെ, ഇതെന്നെ ഗസാ. എഴുതിയ ശരിയാണ്. അയ്യോ ഞാൻ സമ്മറാ ഓർത്തത്. സമ്മറല്ലേ, വേനൽക്കാലം. ഇതാ മഞ്ഞുകാലം തന്നെ. അപ്പൊ ആൻസർ വിന്റർ ആണ്. ഞാൻ സ്പ്രിംഗ് ആണ് എഴുതിയത്. അപ്പം എന്റെ ആൻസർ ശരിയാണ്. ശരിയാണ്. പിന്നെ അതിപ്പോ പറയലേ ഇല്ല. ഇത് ഞാൻ പറഞ്ഞിട്ടില്ല. ഇപ്പൊ രണ്ടാളും ഒരേ സ്കോറാണ്. പറയണമെന്നൊന്നുമില്ല. അത് ഒരാളെ മനസ്സിലാക്കിയത്. ഒരാളെ നമ്മള് പോകുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുമല്ലോ. അടുത്ത കുറച്ച് കോമഡിയാണ്. പറ. എനിക്ക് ഏറ്റവും പേടിയുള്ള പക്ഷി. പേടിയില്ല പക്ഷി പറക്കുന്നതാണെന്നില്ല. പറക്കും. എനിക്ക് ഇതിന് ഞാനാ കാരണം പേടി വരെ. ആൻസർ കോഴി. കോഴി അടുത്ത് കോഴിനെ പേടി. അതേപോലെ ഞാന് പണ്ട് കല്യാണം കഴിഞ്ഞിട്ടൊന്നുമില്ല, എനിക്കൊന്ന് കൊറോണയുടെ സമയം, അതിന് മുന്നേ ആറ്റാൻ തോന്നുന്നു. ആ സമയത്ത് ഇവിടെ അടുത്ത ഞാൻ എന്റെ സ്റ്റിച്ചിങ്ങിന് വേണ്ടി കൊടുക്കുന്ന ഒരു ചേട്ടനുണ്ട്, ഒരെടുത്ത കൊടുക്കുക. അപ്പൊ ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു മോളെയും കൂട്ടി പോയി. അവിടെയാണ് കോഴി ഉണ്ടായിരുന്നു, 2-3 കോഴി. എനിക്കും കോഴീനെ പേടിയാണ്, ദൂരെ നിന്നൊന്നും കാണുമ്പോഴുള്ള പേടിയൊന്നും ഉണ്ടായിരുന്നു, പക്ഷേ കൊത്തുന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അയ്യോ, എന്നിട്ട് ഞങ്ങൾ അവിടെ എത്തി നടന്ന് അവരെ പേര് വിളിച്ച് അങ്ങ് കേറിപ്പോവാ. അപ്പോഴേക്ക് അവിടെ ഒരു കൊത്തുന്ന പൂവൻ കോഴി എന്തുകൊണ്ടായിരുന്നു. ഞാൻ ഓടി പേരെന്തിനാ പറഞ്ഞ്? പേര് ഞാൻ പറയുന്നില്ല, ഇവള് പറഞ്ഞിട്ടുണ്ട്, അത് മ്യൂട്ട് ചെയ്യും ഞാൻ. അത് പേര് ഞാൻ പറയില്ല, കാരണം അവര് കാണുമ്പോ ഇപ്പൊ കുട്ടിയൊക്കെ വലുതായി. അപ്പം പിന്നെ കുട്ടി എന്നെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓടി, എനക്ക് എന്റെ ജീവൻ ചിരിക്കണ്ട. അതിപ്പോ ഈ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോ എനിക്ക് അത് ഓർമ്മ വന്നു, അത് പറഞ്ഞത്. 7-7 അല്ല. അടുത്ത ക്വസ്റ്റ്യൻ എത്രാമത്തെ? 12ാമത്തെ ക്വസ്റ്റ്യൻ. 12th ക്വസ്റ്റ്യൻ ആണ്. എന്റെ ഫേവറേറ്റ് സബ്ജക്ട് സ്കൂൾ. ഇത് +1 +2 അല്ല, 10 വരെയുള്ള അല്ല. അതൊന്നും പറഞ്ഞിട്ടില്ല. അതെല്ലാം പറയലുണ്ട് പണ്ട്. എനിക്ക് അതിന്റെ ഇത് കുറച്ചുകൂടി അഡിക്റ്റ് ആയിട്ട് പാട്ടും ഇതെല്ലാം ഇതുപോലെ കിട്ടി. ഞാൻ തന്നെ ആൻസർ പറഞ്ഞോട്. ഹിന്ദി. ഞാൻ ഇംഗ്ലീഷ് കേക്കല്. ഹിന്ദി എനിക്ക് നേരെ ഓർമ്മ പാട്ട് കേക്കലുണ്ട് തന്നെ. ഞാൻ കൊറിയൻ പാട്ടൊക്കെ കൊറിയൻ ഇംഗ്ലീഷ് ആയിട്ട് കണക്ഷൻ ഇല്ല. പാട്ടൊക്കെ പാടുന്നുണ്ടപ്പോ ഞാനതാ ഓർത്ത്. അപ്പൊ ഇപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ. ബുക്സ് ഓർ മൂവീസ്? അതെന്ത് സംശയ? ഇത് സംശയമില്ല. നേരത്തെ ക്വസ്റ്റ്യനിൽ തന്നെ ഇവള് പറഞ്ഞിക്ക് എന്താ എന്റെ ഹോബി എന്താന്ന് മൂവി കാണല്. അപ്പം ഇത് ആൻസർ മൂവീസ് ആണ്.
അപ്പൊ 9, 8 പണ്ട് കൊറോണ കൊറേ ടൈമിൽ അതന്നെയാണ് പരിപാടി. കല്യാണം ഉറപ്പിച്ച സമയത്ത് നമ്മള് ഹൊറർ മൂവീസ് എല്ലാം ഉറക്കം കല്യാണം ഉറപ്പിച്ചു ഹൊറർ മൂവി കാണുന്നല്ല. ആ സമയത്ത് ഒരുമിച്ചായിരുന്നു. ആ സമയം കൊറോണ സമയം, അതുകൊണ്ട് മൂവീസ് കാണാൻ തന്നെയാണ് പരിപാടി. വേറെ കൊറോണ ആയോണ്ട് അതിന് എത്ര ചീത്ത വെക്കായിരുന്നു കിടക്കാനിട്ട്. അയ്യോ രാധേച്ചി അമ്മ ഒന്ന് ഉറങ്ങ്. പ്രീസ്റ്റ് കണ്ടെനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു ക്ലൈമാക്സ്, ഒരു ട്വിസ്റ്റ് സംഭവം പ്രണവേട്ടം വിളിച്ചിട്ട് പറഞ്ഞു, ആ സാനിയ പ്രേതാന്ന് മനസ്സിലായോ? അതെത്തിയിട്ടൊന്നുമില്ല. സാനിയ പ്രേതാന്ന് മനസ്സിലായോ? ട്വിസ്റ്റ് എല്ലാം പൊട്ടിച്ച് ഞങ്ങള് ഒരുമിച്ചിരുന്ന് കണ്ട സിനിമ. അത് അന്നേരം അധികം നൈറ്റ് ഓഫ് ചെയ്ത്. അയ്യോ കൊറോണന്റെ സമയം ഒരു പ്രത്യേക രസമായിരുന്നു അല്ലെ. അതാ അങ്ങനെ ഒരു കാലം. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ, എന്റെ ഇഷ്ടമല്ലാത്തൊരു ഹാബിറ്റ് അതെനിക്ക് മാറ്റണമെന്നുണ്ട്. ഇത് എല്ലാവർക്കും ഉള്ള മാറ്റണമെന്നുണ്ട്, പക്ഷെങ്കിൽ അത് മാറ്റാനാവുന്നില്ല. ഇവളെ വെച്ച് നോക്കുമ്പോ കൊറേ മാറ്റാനുണ്ട്. അതുകൊണ്ട് ഇടക്കിടക്ക് പറയും കൊറേ. എന്നാ ഞാൻ ഒന്ന് എഴുതാ. എനക്ക് ഞാനത് ഗസ് അടിച്ചാട്ട് എനക്കാന്ന് പറഞ്ഞൂടെ. മടി, ഉറക്കം, നഖം കടിക്കല്. ഞാന് എന്റെ ഏട്ട ഇവളെ എല്ലാം ഇവരെ നഖം കാണണം. മറ്റേ ഇങ്ങനെ ഇതുണ്ടാവല്ലോ, ഇവിടുന്ന് വരുന്നിടത്ത് ഫുള്ള് കടിച്ചെടുത്ത് ഇങ്ങനെ, എന്നിട്ട് ഇവള് അത് വരുന്നവരെ നഖം മുറിക്കാനായിട്ട് ഇവരെല്ലാം നഖം കാണണ്ട. അത് മെയിനായിട്ട് കടിക്കല് ടെൻഷൻ വരുന്ന ചിന്തിച്ചോണ്ടിരിക്കുമ്പോ, വെറുതെ ഇരിക്കുമ്പോ നമുക്ക് എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ. അങ്ങനത്തെ സമയത്ത് അത് ഏട്ടന്റെ കണ്ട് ശീലം നമുക്ക് കിട്ടിയതാ. എങ്ങനെ ഉണ്ടാവും നോക്കിയതാ. എങ്ങനെ ഉണ്ടാവും ഒരു ഇതെങ്ങനെ ഉണ്ടാവും ഇങ്ങനെ. അപ്പം ഇങ്ങനെ തുപ്പ അതൊരു ശീലമായി എനിക്ക്. ഇപ്പൊ ചീത്ത വെക്കുന്ന പ്രണവേട്ടന്റെ അടുത്തുനിന്ന്. പക്ഷെങ്കിൽ പബ്ലിക്കലി ഒന്നും നമ്മള് അങ്ങനെ, അതുകൊണ്ട് അത് നമ്മള് ശ്രദ്ധിക്കറ്റാ. നിങ്ങള് ശ്രദ്ധിക്കറ്റായിരിക്കൂലേ പബ്ലിക്കലി നമ്മള് ചെയ്യലൊന്നുമില്ല. അതുകൊണ്ട് അങ്ങനെ നഖം കടിക്കുന്ന അധികാക്കൊന്നും അറിയത്തില്ല. ഇപ്പൊ ഈ വീഡിയോ കണ്ടാലേ ആ നഖം കടിക്കും എന്നുള്ള മനസ്സിലാവുള്ളൂ. നമ്മുടെ വലത്തെ കൈയാ മെയിനായിട്ട് ഇടത്തെ കൈ നമ്മൾ നീട്ടുമല്ലോ നഖ ഇട്ടിട്ട് അത് മേക്ക് ചെയ്ത് അങ്ങ് പോവും. പിന്നെ ചിലപ്പം ഇത് കടിക്കാൻ ഒന്നും ഇല്ലാന്ന് തോന്നുമ്പോ എന്നാ നീളുമല്ലോ ഇതും അങ്ങ് കടിക്കും. അപ്പൊ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. ഞാൻ വിചാരിക്കുന്നുണ്ട് ഇപ്പൊ എനിക്കൊരു ഒരു ടാലന്റ് ഉണ്ടായിരുന്നെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം. എന്ത് ടാലന്റാ? അല്ല ഉറക്കം കൂടുതല. ഇങ്ങനെ അറിയിക്കണ്ട, ഉറക്കം കൂടുതല. അതൊന്നും നിർത്തും. എനക്കും ജലദോഷം ചെറിയത്. എനിക്ക് ആ ചിക്കൻ കറി കൂട്ടിയിട്ട് അമ്മ ഇപ്പൊ ഒരു ചിക്കൻ കറി ഉണ്ടാക്കിയിരുന്നു. അത് കുറച്ച് സ്പൈസി ആണെന്ന്. എനക്കും എരിയുന്നുണ്ട്. എനിക്കില്ല. എനിക്ക് എന്നാ പിന്നെ പറയണ്ടേ? പാട്ടുപാടി എനിക്കറിയത്തില്ല. അതാ ഞാൻ ചോദിച്ചത്. എനിക്ക് തോന്നിക്കഥ പാട്ടുപാടി എനിക്ക് അതിനെക്കാട്ടി എനിക്കറിയാത്ത ഡാൻസ് കളിക്കുന്ന. അത് ഞാനാ. പക്ഷെ എനിക്ക് ഡാൻസ് കളിക്കണം ആഗ്രഹമില്ല, പാട്ട് പാടണം. പക്ഷെ ഇവള് പാടുട്ടാ. ഇവള് പാടും. ഈ ലാസ്റ്റത്തെ വീഡിയോയിൽ ഇവളൊരു പാട്ട് പാടി പാടും. അതെ, ഇല്ല ഒരു പാട്ടില്ല. ചെറിയ 4 വരി. അതിനെന്താ എനിക്കാണിത് യൂട്യൂബിന്റെ ബാൻ ചെയ്യും. ഞാൻ പാടിയോ എന്റെ ചാനല് അങ്ങനെയൊന്നുമില്ല. അപ്പൊ ഇനി എഴുതിയ പാടേ. അതാ ഞാൻ ചോദിച്ചത്. ഇവക്കില്ലേ? ഞാൻ അപ്പൊ എനക്ക് 8, എനിക്ക് 10.
2 മാർക്കില് 2 മാർക്കിന്റെ വ്യത്യാസം. ഞാൻ പറഞ്ഞല്ലോ 1 ഇയർ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് അറിയാം. അടുത്തായിട്ട് നിനക്കെന്നെ അറിയാലോ. ഇത് ടഫാ. അയ്യൊരു വെജിറ്റബിൾ എനിക്ക് ഇഷ്ടമല്ല. ഒരു വെജിറ്റബിൾ ഇതൊന്നും എനക്ക് അറിഞ്ഞൂടെ. ഞാന് അങ്ങനെ എനിക്കറിയാം. ഇവക്ക് ശരിക്കും പറഞ്ഞ കൊറേ മീനൊന്നും ഇവര് രണ്ടുപേരും കൂട്ടാ. ഞാൻ എന്നാലും ഇവളാ അല്ല ഞാൻ പറഞ്ഞ മീൻ തന്നെ കുറെ കൂട്ടാറില്ല. മീൻ എന്നെ കൂട്ടാറില്ല ഞാൻ. എന്നാലും ഇവളധികം മീനുകള്. ഉം, എനിക്കും അറിയൂല അതിനെപ്പറ്റി. പക്ഷെ ഞാൻ ഗസ് അടിക്കുന്നു. ഞാനും എഴുതിയാ പറയട്ടെ. വെണ്ട. വേണ്ട, ഞാനും അത് എഴുതിയ. പിന്നെ ഗസ് അത് ഞാൻ വെറുതെ ഉള്ളതുകൊണ്ട് എനിക്ക് ഇഷ്ടമല്ല. വഴുതന കൂട്ടൂലേ. പക്ഷെ ഇപ്പൊ വഴുതന അമ്മ പറഞ്ഞു നിങ്ങൾ എന്തോ ഒരു ഫ്രൈ ആക്കിയിട്ടില്ലേ. അടുത്ത ക്വസ്റ്റ്യൻ. മൈ ഫേവറേറ്റ് പ്ലേസ് ടു വിസിറ്റ്. ഇപ്പൊ അല്ല, കൊറേ കഴിഞ്ഞിട്ട്. അത് മനസ്സിലായി. അത് ഞാൻ ഇപ്പല്ല, ഞാൻ പണ്ട് പറയാറുണ്ട്. ഞാനും അതെ വെച്ച രാജ്യാണോ? ആ. ഇനി ഇത് മറ്റേ ചന്ദനമായാലോളോ ചെന്നൈ. ഞാൻ എഴുതുന്നില്ല. ഇന്റർനാഷണൽ പറഞ്ഞ ദൂരെ ഇന്റർനാഷണൽ പോകുമ്പോ ചെന്നൈ, മുംബൈ. അതേപോലെ രാജ്യാണോന്ന് വെച്ചിട്ട് ഞാൻ ചെന്നൈ. പറയട്ടെ. എഴുതിയാ? ഇല്ല, ഇങ്ങനെ എനിക്കില്ല. ഞാൻ എന്റെ ഒരു ഗസ് ആയതുകൊണ്ട് റീലെല്ലാം കണ്ടിട്ട് പോവാന്ന് അതല്ല നീ പറയലുണ്ടേനോ? പറയലില്ല. ഞാനും ഗസ് അടിച്ചതാണ്. എനിക്ക് കൃത്യമായിട്ട് അറിയത്തൊന്നുമില്ല. എഴുതിയാ? ഇല്ല ഇല്ല ഇല്ല. ഏതോ മോയതി. ഞാൻ പറഞ്ഞില്ല ഗസ്, അതുകൊണ്ട് എനിക്ക് ആലോചിക്കാറുണ്ട്. മോന്റെ ഇഷ്ടമല്ല. ഇപ്പൊ കേടിയ ഇനിയിപ്പോ എന്താ രാജ്യം വേണ്ടത്? അതൊന്നുമില്ല, എനിക്കിഷ്ടമാണ്. എന്നിട്ട് എന്നിട്ട് ട്രോളാകല്ലേ. ഞാൻ എഴുതിയ ജപ്പാൻ. സ്വിറ്റ്സർലൻഡ്. ഇതൊന്നും ഇവള് പറയലേ ഇല്ല. അതല്ല റീല് കണ്ടിട്ട്. ഞാനും ഇവന്റെ ആരതേനു ജുനൈസോ ഒരുത്തയില്ലേ, ഓന്റെ കണ്ടിട്ടുണ്ടായിരുന്നു സ്വിറ്റ്സർലാൻഡിന്റെ. നല്ല രസമുണ്ടായിരുന്നല്ല. ഇതൊന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഇതല്ല ഇവള് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ. പച്ചപ്പും ഹരിതാപ്. അടുത്ത ഓക്കെ. ഇത് നിങ്ങൾക്ക് അറിയാം, പക്ഷെ ഞാൻ ഇപ്പൊ മാറ്റി. ഇപ്പൊ എനിക്ക് ഇതാണ് ഇഷ്ടം. ഇനി മാറ്റുന്ന ഇപ്പൊ ഇഷ്ടമുള്ളതാണ്. അല്ല, ഞാളിപ്പം പണ്ടത്തെ എഴുതുന്നെങ്കിൽ പോലും അത് ഇഷ്ടാണെങ്കിൽ അത് ഇനി ഇപ്പത്തെ ഇവള് അങ്ങനെ പറയില്ല. മൈ ഫേവറേറ്റ് ഗോഡ്. ഇഷ്ടപ്പെട്ട ദൈവം. ഇഷ്ടപ്പെട്ട ദൈവ പണ്ടത്തെ അല്ല, ഇപ്പൊ എനിക്ക് ഇവളെ കളിയാക്കിയാണ് ഒരാളെ പേരും പറഞ്ഞിട്ട്. അതെനിക്ക് ഇപ്പൊ ഇഷ്ടമല്ല. അപ്പൊ എനിക്ക് എന്നേതാ ഇപ്പൊ ഇഷ്ടമുള്ള ദൈവ? നമ്മളത് ഇവളെ കളിയാക്കുകയാണ്. അയാള് ദൈവമായിട്ട് കുറച്ച് സാമ്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയല്ല ക്യാരക്ടർ. ഞാൻ എന്റെ ഗസ്സാട്ടോ, ഒന്നും അറിയത്തില്ല എനിക്ക്. പറ. ശിവൻ. അയ്യോ, ഞാൻ എഴുതിയ മുത്തപ്പൻ. കാരണം കഴിഞ്ഞതിന് പോയ അതിന്റെ ഒരു മുത്തപ്പന്റെ ശീലം. മുത്തപ്പന്റെ രണ്ട് ഇത് വരുന്നില്ലേ? ഇത് കണ്ണു പൊത്തിയത് ശിവന, മറ്റേത് വിഷ്ണുതാ. മറ്റേ മുത്തപ്പൻ താടിയും കണ്ണെല്ലാം ഇതാക്കിയിട്ടുള്ള അത് ശിവനാന്നാ പറയുന്നത്. എനക്കറിഞ്ഞൂടാ, ഞാൻ ഇതാദ്യമായിട്ട്. എന്നോട് അമ്മ മാച്ചാ പറഞ്ഞു. എന്നാ എനക്ക് മാർക്ക് വേണ്ട. ഞാൻ ശിവൻ. ഗണപതി. ഇവളെ ഫുഡ് നമ്മൾ അമ്പലത്തിൽ പോയ അത് ഗണപതിക്ക് നല്ലോണം ഫുഡ് വേണല്ലോ. ഇവളാദ്യം ഇങ്ങനെയൊന്നല്ലേനു. ഇവളെ ഫോട്ടോ ഇവള് നല്ല തടിച്ചിട്ടല്ലേ. പക്ഷെ എങ്കിലും കൊറേ നമ്മളെ ഫോൺ ഇങ്ങനെ മാറ്റി മാറ്റി വന്നോണ്ട് കിട്ടിയാ കൊടുത്തോ? കിട്ടിയാ കൊടുത്തോ? മതി മതി. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാ. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ടീ ഓർ കോഫി? ഇപ്പോത്തെ ആണോ അതോ? ഞാൻ എഴുതി. ഇപ്പൊ കുറച്ചായിട്ട് മാറിയിട്ടുണ്ട്. പണ്ടത്തെ എന്നാലും മാറിയത് എളുപ്പം പറയല്ലോ.
മോ എല്ലാം ഗസ്സായോണ്ട് വേഗം കഴിയും. പറയട്ടെ ടീ. ആ ടീ. അല്ല ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് രണ്ടാം സൈഡ് കാപ്പി കുടിക്കാൻ തോന്നുന്നു. ആ പക്ഷെ ഇഷ്ടം. ഇനി ഒരു ക്വസ്റ്റ്യൻ കൂടിയാണല്ലോ. അതല്ലേ രണ്ടെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ എന്നാ മൊത്തം 22 ക്വസ്റ്റ്യൻസാ. ഞാൻ എത്രയല്ലോ ചോദിച്ചു കീഴിലുള്ള. ബാക്കിയുള്ളതെല്ലാം ഞാൻ ചോദിക്കാം. അത് വേണോ? ആ 25 എണ്ണം എന്നാലും മാക്സിമം അത് മതി. എന്റെ ഫേവറേറ്റ് ചോക്ലേറ്റ്. ഡയറി മിൽക്ക് അല്ലേ? ആ ഡയറി മിൽക്ക്. അപ്പൊ രണ്ടാക്കും പോയിന്റ് ഉണ്ട്. ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് ഉള്ളത്. എനിക്ക് 19 അല്ല 14. 11 ആകെ ഇപ്പൊ 20 ക്വസ്റ്റ്യൻ 14 ക്വസ്റ്റ്യൻസ് ഇതാക്കിക്കുള്ളൂ. എന്താ അത് അത് ഇവള് മാറ്റുന്നുണ്ട് അല്ലേ? അല്ലല്ല. അടുത്ത മൈ ഫേവറേറ്റ് കാർട്ടൂൺ. ചെറുപ്പത്തിൽ അത് നിങ്ങൾക്ക് അറിയൂല, ഞാൻ പറഞ്ഞിട്ടില്ല. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടത് എന്തായാലും അടുത്ത് ഇതും എനിക്ക് ഇഷ്ടമുള്ളത്. എനിക്കിത് ഇഷ്ടല്ല, പക്ഷെ എല്ലാരും ഇതായോണ്ട് പറയട്ടെ. മാസൂപ്പില്ല. ഇത് നീ പറഞ്ഞിക്കാ ഇല്ലാലോ. ഇല്ല, അതല്ല മാസൂപ്പിലാവി അതേതേനു? മറ്റേ പുലിന്റെ പോലത്തെ കൊറേ ഊന്ന് പറഞ്ഞ ഒച്ച ഉണ്ടാക്കുന്ന എനിക്ക് ഓർമ്മയില്ല. ഞാൻ എഴുതിയ മിസ്റ്റർ ബീൻ. ഞാൻ എഴുതിയ ഞാൻ ഡോറബിജി. ഞാൻ പറഞ്ഞില്ല. അല്ല എല്ലാവർക്കും അതാ ഇഷ്ടം. ഇപ്പൊ അത് ഇതായി വരുന്നു. അയ്യോ. അടുത്ത ക്വസ്റ്റ്യൻ പറയട്ടെ. ക്വസ്റ്റ്യൻ ഞാൻ കാണും. ഇത് സിമ്പിളാ. സ്വീറ്റ് ഓർ സോൾട്ടി സ്നാക്ക്. ഓ ഇല്ലെന്ത് ചോദിക്കാണ്. ഇതൊക്കെ ഒരു ചോദ്യമാണ്. എഴുതി. 15. രണ്ടാക്കും പോയിന്റ് കിട്ടി. സെയിം അല്ല 15. അല്ല സെയിം അല്ല, ഇപ്പൊ പോയിന്റ് ഇല്ല. 3 മാർക്കിന്റെ വ്യത്യാസം ഉണ്ടല്ലേ? 15. 12. എന്തൊക്കെയാണ് ഞാൻ തെറ്റിച്ചത്? ഒന്ന് സിംഗിങ്, പിന്നെ ലേസിൻ്റെത് അത് ഞാനും തെറ്റിച്ചു. ലേസ് ഇനിയും തെറ്റിച്ചിക്ക്. ഇനി ബ്ലൂ എഴുതിയ. അല്ല അങ്ങനെയല്ല, എനിക്ക് മാർക്ക് കൂടുതൽ കിട്ടിയത് ഒന്ന് സിംഗിങ്ങിന്റെ അല്ല ഞാൻ എഴുതിയ, പിന്നെ ശിവന്റെത്, പിന്നെ ഒന്നെന്തെന്നു കാർട്ടൂൺ അവളൊന്നും തെറ്റല്ലേ? അല്ല അങ്ങനെയല്ല, അതേതേനു ഒന്ന് ശിവൻ ഫ്ലേവർ ഐസ്ക്രീം. ശരി 3 ഓക്കെ. അടുത്ത ഇനി 3 ആക്ടർ. ഇപ്പൊ ഞാൻ പറയാറുണ്ട് എന്നാ അതൊന്നും എനിക്കറിയത്തില്ല. ഇപ്പൊ കുറച്ചായിട്ട് അത് ചക്കരക്ക് അറിയായിരിക്കും, പക്ഷെ എനിക്കറിയാം. അതെന്തിനാ ഞാൻ തെറ്റിച്ചാല് എന്താ ക്ലൂതാ എനക്കെന്നാല്. തമിഴ് ആക്ടർ. അച്ഛൻ മോൻ. ഓന്റെ അച്ഛനും ആക്ടറാണ്, ഓനും ആക്ടറെ. അച്ഛനാണ് നല്ല ഫാൻസ് ഉണ്ട്. അല്ല മോനും ഉണ്ട്, നല്ല അച്ഛനും ഉണ്ട്. അച്ഛനും ഉണ്ട്. ഓ എന്തൊക്കെയോ ഞാൻ എഴുതുന്ന അച്ഛനും എനിക്ക് ഓർമ്മ. ധ്രുവ് വിക്രം. ഓ ഞാൻ ചിരഞ്ജീവി. അതൊന്നും വേണ്ട, കോമഡിയായിരിക്കും. ധ്രുവിന്റെ വേണം. അല്ല ഞാൻ എഴുതി അതിന് ചിരഞ്ജീവിയാ അച്ഛന്റെ പേര് എഴുതി കൊടുത്ത്. മോന് ഇതല്ലേ ചിരഞ്ജീവിന്റെ മോനല്ലേ നമ്മളിവ രാംചരനാറ്റോ? അല്ല അല്ല എന്തേലും ആണ്, ഞാൻ ചിരഞ്ജീവി എഴുതി. ചക്കര എഴുതി ശരിയാ? ഇപ്പൊ എന്റെ മിസ്റ്റേക്ക്. അടുത്ത ഈ 24ാമത്തെ ക്വസ്റ്റ്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ ഇപ്പൊ മൂവീസ് എല്ലാം കാണുമ്പോ പെട്ടെന്ന് കരയോ ഇല്ല, ഇമോഷൻ ആവോ? ഇമോഷണൽ പേഴ്സൺ ആണോ ഇല്ലയോ? അത് മൂവി കാണുമ്പോ മാത്രം. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. മൂവി കാണുമ്പോ ഇമോഷനാണ്. ഇമോഷണൽ ഞാനോ തന്നെ. അത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ ക്വസ്റ്റ്യൻ അല്ലേ? ഞാൻ ഇപ്പൊ സേവിങ് ആണോ സ്പെൻഡിങ് ആണോ കൂടുതൽ പൈസ? ഇപ്പത്തെ വെച്ച് നോക്കുമ്പോ ആണ്. ഇപ്പത്തെയാണ്. പക്ഷെ എന്നാലും
ഇല്ല എന്നാ എഴുതിയ എന്നാ സേവിങ്. സേവിങ് ഞാനിത് ഞാൻ സ്പെൻഡിങ് സത്യം പറഞ്ഞതാണ് ആണ് ഇവളെ കുട്ടിയുടെ ഇപ്പൊ ഞാൻ സേവ് ചെയ്യുന്നുണ്ട്. അത് എനിക്ക് അറിയത്തില്ല. നമ്മൾ ഇപ്പൊ ക്വസ്റ്റ്യൻ എല്ലാം കഴിഞ്ഞ് ഏകദേശം എനിക്ക് എത്ര ഉണ്ട്? 17 എനിക്ക് 13. അല്ല 13 അല്ല എനിക്ക് 13. 18 സേവിങ്സിന്റെ വന്നില്ലേ. അപ്പം നമ്മുടെ വിന്നർ ചക്കര. ചെറിയ ചെറിയ ക്വസ്റ്റ്യൻസ് പക്ഷെ എല്ലാം മനസ്സിലായിട്ട് എഴുതിയൊന്നല്ല കൊറേ ഗസ് അടിച്ച മര്യാദക്കൊന്നും അറിയില്ല. ഇവള് മാറ്റുന്നുണ്ട് കൊറേ. പണ്ടത്തെ ഇഷ്ടായിരിക്കൂലല്ലോ ഇപ്പൊ. അത് ഞങ്ങൾക്ക് അറിയുന്ന നോക്കണ്ടേ. ഇനി ഞാൻ കുറച്ച് ഗ്യാപ്പ് എടുത്തിട്ട് ഞങ്ങള് രണ്ടാളും ചെയ്യാം. അങ്ങനെ വിട്ടാ പറ്റൂല. അന്നേരം ഒറ്റ ഉണ്ടാവൂല. ഇവളത് അത്യാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം എന്തെങ്കിലും. നമ്മളത് എന്റേതൊന്നും അറിയാനുള്ള ചാൻസ് ഇല്ല. ഇപ്പം കുറെ ഗ്യാപ്പ് ഒക്കെ വന്നോണ്ട്. പണ്ടത്തെയാണ്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. അപ്പം നമ്മുടെ ചെറിയ വീഡിയോ ആണ്, നമ്മൾ സ്റ്റാർട്ടിങ് വീഡിയോ ആണ്. ചെറിയ മിസ്റ്റേക്സ്, ചെറുതല്ല വലിയ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും. എന്താ പറയാ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമന്റ്, പിന്നെ നമ്മുടെ ചൂയിങ്കം വ്ലോഗ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.